ഇന്നത്തെ ഒരു ഹൽവയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതും കസ്റ്റാർഡ് ഹൽവ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ഹൽവയാണിത്. ഇത് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഒരു ഹൽവ ചെയ്യാറ്. അപ്പോൾ എൻ്റെ നൈബറും എൻ്റെ ക്ലോസ് ഫ്രണ്ടുമാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ, അത് ഏത് പാത്രമായാലും കുഴപ്പമില്ല, നമ്മൾ അത് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഏത് കപ്പായാലും അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പോൾ ഒരുമിച്ച് 2 കപ്പ് വെള്ളം കൂടെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കസ്റ്റാർഡ് പൗഡറിന് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ 2 കപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയാൽ മാത്രം മതി. ഒരുപാടൊന്ന് തിളച്ചൊന്നും വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു ഹൽവയ്ക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത്, അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് 3 തവണയായിട്ടാണ് ഞാൻ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് എണ്ണയും ചേർത്ത് കൊടുക്കാം. ഹൽവയ്ക്ക് എപ്പോഴും നെയ്യ് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതേ കണ്ട ഒരുവിധം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്ന വരേക്ക് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത ഏലക്ക പൗഡറാണ്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബദാമും പിസ്തയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നവരേക്ക് നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതൊക്കെ കണ്ടല്ലോ, ഒരുവിധം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചൂട്ടോട് കൂടെ തന്നെ അത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്തയും ബദാമും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പോൾ നല്ല ചൂടാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവയല്ലേ, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇത് ചെയ്യാനായിട്ട് വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പി